ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലസ് ടു ജേർണി എങ്ങനെയാണ്, എൻ്റെ പ്ലസ് ടു ജേർണി എങ്ങനെ ആയിരുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയ്ക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത്. സോ ഇതെൻ്റെ കംപ്ലീറ്റ്ലി ഒരു എക്സ്പീരിയൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്നീ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നേരെ വീട്ടിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പ്ലസ് ടുവിലെ എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, എൻ്റെ പ്ലസ് വൺ റിസൾട്ട് വന്നപ്പോൾ തൊട്ട് ഞാൻ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, പ്ലസ് ടുവിൽ എന്തായാലും വൃത്തിക്ക് പഠിക്കണം. എന്നെ കൊണ്ടുതന്നെ ഫുൾ എ പ്ലസ് ആ ഒരു ഡ്രീമൊക്കെ വെച്ചാണ് പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഫുൾ എ പ്ലസ് വേണ്ടി പഠിക്കണം. ഭയങ്കര 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 മോട്ടിവേഷൻ. ഞാൻ അങ്ങനെ ജൂൺ ക്ലാസ് തുടങ്ങി, മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങി. എൻ്റെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ 3 മണി, രാവിലെ 3 മണി തൊട്ട് ഒരു 8 മണി വരെ വൃത്തിക്ക് പഠിക്കുക. 7 മണി തൊട്ട് വൈകിട്ട് 7 മണി തൊട്ട് 9 മണി വരെ ക്ലാസ് കണ്ട് മനസ്സിലാക്കുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആയിരുന്നു എൻ്റെ റുട്ടീൻ. സെൽഫ് സ്റ്റഡിക്ക് കൂടുതൽ ടൈം കൊടുത്തു. അപ്പം അങ്ങനെ ടൈം കൊടുത്ത് അങ്ങനെ സെറ്റായി വരുമ്പം എൻ്റെ ഫസ്റ്റ് മന്ത്ലി ടെസ്റ്റ് വന്നു. അതിൽ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ഉണ്ടായിരുന്നു. നല്ല മാർക്ക് എന്ന് വെച്ചാൽ കെമിസ്ട്രിയിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആ ക്ലാസ് എൻ്റെ ക്ലാസ് എനിക്ക് എൻ്റെ ക്ലാസ് എനിക്കായിരുന്നു ആ കെമിസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. 23 മാർക്കായിരുന്നു ടോപ്പ് മാർക്ക്, 25. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രൗഡ് മൊമെന്റ് പോലെ തന്നെ ആയിരുന്നു കിട്ടിയത്. പിന്നെ മെല്ലെ മെല്ലെ മോഞ്ചിട്ട് കെമിസ്ട്രിയുടെ സ്കോർ അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു സെഷൻ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. കാരണം ബാക്കി എല്ലാത്തിനും എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ ഇംഗ്ലീഷ് ആണ് എനിക്ക് മെല്ലെ മെല്ലെ വീണ്ടും ബാക്കിലോട്ട് വരാൻ തുടങ്ങി. പിന്നെ ഫിസിക്സ് മെല്ലെ പയ്യെ ബാക്കിലോട്ട് വരാൻ തുടങ്ങി. 13 മാർക്ക് കിട്ടാൻ തുടങ്ങി. 25, 13 മാർക്ക്. ഇംഗ്ലീഷിന് 13 മാർക്ക്. ഇതെന്താ അങ്ങനെ കുറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം വരുന്നുണ്ട്, ലാബ്. ഈ ലാബ് സത്യം പറഞ്ഞ എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ മൂഡ് മൊത്തം കളഞ്ഞൊരു സംഭവമാണ് ഈ ലാബ്. കാരണം നമ്മൾ കോൺഫിഡൻസ്, എൻ്റെ എല്ലാവർക്കും ലാബ് ഭയങ്കര ഇഷ്ടമാണെങ്കിലും എനിക്ക് ലാബ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു ഈ ലാബ് കാണാം. എനിക്ക് വെള്ളിയാഴ്ച പറഞ്ഞ ദിവസം പേടിച്ചേർച്ച ദിവസമായിരുന്നു. കാരണം എനിക്ക് ഫിസിക്സ് ലാബ് ഭയങ്കര പേടിയായിരുന്നു. കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് ലാസ്റ്റ് എന്തായാലും ലാബ് എടുക്കാൻ തുടങ്ങിയത് അത് ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നെ ഉള്ളത് മാത്സ്, അതും ഒറ്റയ്ക്ക് ലാസ്റ്റ് മിനിറ്റ് അതിനെ പഠിപ്പിച്ചുകൊണ്ട് ക്രിസ്മസിന്റെ അവധിക്കാൻ കണ്ട ലാബ് തീർത്തു. ഇനി 2 മണി കെമിസ്ട്രിയും ഫിസിക്സും. എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമായിരുന്നു ഫിസിക്സ്. കാരണം എനിക്ക് ഒന്നും, ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഗ്രൂപ്പായിട്ട് പോയെങ്കിലും ഞാൻ ഗ്രൂപ്പായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവരെ സഹായിക്കുമോ അങ്ങനെ ഒരു സംഭവം. ഞാൻ ആകെ ചെയ്തുകൊണ്ടിരുന്നത് കണക്ക് കൂട്ടി ഡിവൈഡ് ചെയ്ത് ഇത്ര വാല്യൂ കൂട്ടി ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമെങ്കിലും ഇത് മാത്രം ഞാനങ്ങനെ എങ്ങനെ ഈ സംഭവങ്ങൾ എക്സ്പെരിമെന്റ് ഒന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് കൊണ്ട് ചെയ്യും. കാരണം ടീച്ചർ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് ഒരു പ്രോബ്ലം ടീച്ചർ സഹായിക്കണം ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ചെയ്യാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഫിസിക്സിൽ അതൊന്നും അറിയത്തില്ല, ഒരു തേങ്ങ എനിക്കറിയത്തില്ല. അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ടീച്ചറാണ് സ്പെഷ്യൽ നല്ല പേടിയാണ് ഫസ്റ്റ് തൊട്ട് ടീച്ചർ. ടീച്ചറാണെങ്കിൽ എനിക്ക് പേടിയാണ് എന്തൊക്കെ പൊട്ടത്തരം കാണിക്കും. അല്ലെങ്കിൽ ലാബ് പേർ റെക്കോർഡിങ് അല്ലെങ്കിൽ റഫ് റെക്കോർഡിങ് എന്തെങ്കിലും പൊട്ട കണക്ക് എഴുതിക്കൊണ്ട് കണക്ക് തെറ്റിപ്പോയി കാണും. അപ്പൊ എല്ലാ ടീച്ചറിന്റെ വായിക്കുന്നത് മൊത്തം കേൾക്കേണ്ടി വരും. അപ്പം ഇതെങ്ങനെ എല്ലാം കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വെറുത്ത് കളയും ഫിസിക്സ് ലാബ്. അതെന്റെ സത്യത്തിൽ പറഞ്ഞാൽ എന്റെ ആ ഒരു ദിവസത്തെ ഫുള്ള് ഓടിപ്പോകും. പിന്നെ എനിക്ക് ഈ വെള്ളിയാഴ്ച ദിവസം മൊത്തം എനിക്ക് ശുഭമായിരിക്കും. കാരണം എനിക്ക് എല്ലാ ദിവസവും ചീത്ത കിട്ടും. എനിക്ക് ചീത്തയാണ് അമ്മാതിരി മഴക്കഴിഞ്ഞ് കേട്ടിട്ട്. അപ്പം എനിക്ക് കമ്പനിക്ക് എത്രയും മൂടുന്നത് ഞാൻ എനിക്ക് പറയാൻ എൻ്റെ ഒരു എന്താന്ന് അറിയത്തില്ല. എനിക്ക് ഫിസിക്സിലാവും ഭയങ്കര പേടിയാണ്. എനിക്ക് ഒന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല. ചെയ്യാനൊക്കെ എനിക്ക് ചിലതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഈ ലാബ് എക്സാം എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. അപ്പൊ ഈ അങ്ങനെ എൻ്റെ ആ ലാബ് ഭയങ്കരമായിട്ട് എനിക്ക് നല്ലൊരു ഡിമോട്ടിവേഷൻ തന്നു. അപ്പം എനിക്കങ്ങനെ പയ്യെ ഓൺ എക്സാം ഒക്കെ ആയപ്പോഴും നല്ലപോലെ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. കാരണം ഈ ലാബ് തന്നെയായിരുന്നു കണ്ടിന്യൂസ് എടുത്തോണ്ടിരുന്നത്. കാരണം ഈ ലാബ് തീർക്കണമല്ലോ. ഈ ലാബ് തീർത്ത് ജനുവരി 3 തുടങ്ങണം. അങ്ങനത്തെ ഒരു പ്ലാനിലാണ് സ്കൂളുകാർ പോയത്. അതുകൊണ്ട് ഭയങ്കര
ടൈറ്റ് ഷെഡ്യൂളായിട്ട് തന്നെയാണ് പോയത്. അതിൻ്റെ ഇടയ്ക്ക് ടൂർ മറ്റു പരിപാടി ഇതെല്ലാം ഈ കംപ്ലീറ്റ്ലി എനിക്ക് വെറുത്തുപോയി. ലാഭം എല്ലാ സംഭവം വെറുത്തുപോയി. പിന്നെ എനിക്ക് പയ്യെ പഠിക്കാനൊന്നും അങ്ങനത്തെ സംഭവം ഒരു മൂടും അങ്ങനെ ഒന്നും എല്ലാം പോയി. മേലെ ക്രിസ്മസിന്റെ എക്സാം വന്നപ്പോൾ എനിക്ക് ഒരു തേങ്ങ അറിയത്തില്ല. പാസ്സാവാൻ വേണ്ടി ഇങ്ങനെ പഠിക്കുകയാണ്. പാസ്സായി അങ്ങനെ ജസ്റ്റ് എല്ലാത്തിനും ഇങ്ങനെ പാസ്സായി അങ്ങനെ പോയി. ജസ്റ്റ് എന്തോ പൊട്ടപ്പണി മാർക്കാണ് കിട്ടിയത്. അപ്പോൾ എനിക്കെന്തായാലും അത് ഭയങ്കര ഇതായിട്ട് തോന്നി. അപ്പൊ വീണ്ടും എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. ലൈക്ക് ഇതല്ലല്ലോ നമ്മൾ തുടങ്ങി വെച്ചത്, വീണ്ടും നമുക്ക് ഒന്നിനെ തുടങ്ങണം. അങ്ങനെ ജനുവരി തൊട്ട് ഞാൻ പണി അറിയാൻ തുടങ്ങി. ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും എഴുന്നേൽക്കും, പഠിക്കും. അങ്ങനെ അപ്പൊ നമുക്ക് ജേണി കുറച്ച് ദിവസമൊക്കെ അവധി നല്ലപോലെ അവധി തരുമായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നല്ല രീതിക്ക് ഞാൻ പഠിക്കാനും ഫിസിക്സും കെമിസ്ട്രിയും. എനിക്ക് ഈ കെമിസ്ട്രി പണിതരാൻ തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് ഓർഗാനിക് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര പണിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് കിട്ടാത്തൊരവസ്ഥ വന്നു. കാരണം പാസ്സാവുന്ന രീതിയിലുള്ള മാർക്ക് പോലും പാസ്സായി. എങ്ങനെയൊക്കെ പാസ്സാവുന്ന രീതി പോലെ എനിക്ക് മാതിരി ടെസ്റ്റൊക്കെ വന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ പണി കിട്ടി. അങ്ങനെ എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു ഭയങ്കര പാട്. അപ്പൊ ഈ ഓർഗാനിക് കെമിസ്ട്രി കുറേ സമയം തീർന്നെടുത്തു. നല്ല എഫേർട്ടൊക്കെ ഇട്ടു. അപ്പൊ ഈ സാറൊക്കെ ഇങ്ങനെ ഓരോ റിയാക്ഷൻ ഇങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് ചിലതൊക്കെ മറന്നു, ചിലത് എനിക്ക് കിട്ടത്തില്ല. സാറ് പറയും നിങ്ങൾ പഠിക്കാനാണ് വരുന്നത്, ഇനി ഇങ്ങനെ പഠിച്ചു തുടങ്ങാൻ പറയും. കാരണം നമുക്ക് ചില സമയത്ത് നമുക്ക് പഠിച്ചിങ്ങനെ സംഭവങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ എനിക്ക് വരാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്റെ ടോട്ടലി എനിക്ക് കിട്ടിയ പണി. പ്ലസ് ജനുവരി അങ്ങനെ ആയിരുന്നല്ലോ. ഇനി ബോർഡ് എക്സാം വരുന്നത്, വൃത്തിക്ക് പഠിക്കാം. ഞാൻ മോഡൽ എക്സാം അങ്ങനെ വരുന്നതൊന്നും അങ്ങനെ വലിയൊന്നും നോക്കിയില്ല. ഞാൻ ജസ്റ്റ് ബോർഡ് എക്സാം തന്നെയാണ് ഫോക്കസ് ചെയ്തത്. ഇനീഷ്യലി പഠിക്കുന്ന പോലെ തന്നെ തുടങ്ങി. എല്ലാം മെല്ലെ പഠിച്ചു തുടങ്ങി. തീർത്ത് വന്നു. ആൻഡ് അതിനിടയ്ക്കാണ് ലാബിന്റെ മോഡൽ എക്സാം വരുന്നത്. ലാബിന്റെ മോഡൽ എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഫിസിക്സ് മാത്രമേ എനിക്ക് ഒരു തേങ്ങ അറിയാത്തതുകൊണ്ട് തന്നെ നല്ല വഴക്കന്നെ വെക്കാനും കിട്ടി. സോ ഫിസിക്സിന്റെ ലാബും എനിക്ക് കയ്യിൽ നിന്ന് പോയി. എനിക്കറിയാം ഫിസിക്സിന്റെ ലാബ് എങ്ങനെയെങ്കിലും സാധനം. എനിക്ക് ഒരു തേങ്ങ അറിയാം. 14 എക്സ്പെരിമെന്റ് എങ്ങനെ ഉണ്ട്, അതിലൊന്നും എനിക്ക് അറിയത്തില്ല. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ പലർക്കും സിനിമ തോന്നുന്ന സാധനം പോലെ എനിക്ക് ഒരു തേങ്ങ അറിയത്തില്ല. അപ്പം എനിക്ക് ആകെ കൂടെ എനിക്ക് നല്ല ടെൻഷൻ ആകാൻ തുടങ്ങി. ഫിസിക്സിന്റെ ലാബ് എന്നെ കൊല്ലുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എന്റെ മൊത്തത്തിൽ ഈ ലാബിന്റെ മാർക്ക് ആവുന്നതിന്റെ ഒന്നിനെയും ബാധിക്കരുതെന്ന് വിചാരിച്ച് ഞാൻ ഫിസിക്സ് മാത്രം അത്യാവശ്യം എനിക്ക് ഇങ്ങനെ നോക്കി പോയാലും അതിനെനിക്ക് ഞാൻ നോക്കുന്നത് ഗിരീഷ് ഫിസിക്സ് എന്ന സാറിന്റെ ക്ലാസ് എല്ലാ ദിവസവും ലാബിന്റെ ഇത് മാത്രം നോക്കുമായിരുന്നു. ഇങ്ങനെ ചെയ്യേണ്ടത്, ടാബുലേഷൻ കോൾ എങ്ങനെ ചെയ്യേണ്ടത്, ഇടയ്ക്ക് സാറിന് ഇടയ്ക്ക് ഉടായിപ്പ് ട്രിക്കൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കും. അങ്ങനെ ഫൈനലി ഫിസിക്സിന്റെ ലാബ് എക്സാം വന്നിട്ടുണ്ട്. ഈ ലാബ് എക്സാം എന്ന സാധനം ഫിസിക്സ് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ട് തന്നെ എനിക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോഴും എനിക്ക് അന്നും എനിക്ക് കൺഫ്യൂഷൻ, എക്സാമിന്റെ സമയത്തും കൺഫ്യൂഷനാണ്. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്ത് സെക്കൻഡ് ലാസ്റ്റ് ആണ് ഞാൻ ഇറങ്ങിയത്. ഏറ്റവും അവസാനം ഒരാളും കൂടെ അറിയണം, അയാൾക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ് കൊടുത്തത്. എനിക്ക് ഭാഗ്യം കൊണ്ട് മറ്റേ കോൺടാക്ട്സും വേറെന്തോ ആണ് കിട്ടിയത്. അത് ഭയങ്കരമായിട്ട് എൻ്റെ മറ്റേ ഈ സ്കെയിൽ നടക്കുന്ന എന്തോ സാധനം ഉണ്ടല്ലോ, മെഷർമെന്റ് ഒക്കെ എടുക്കുന്ന സംഭവം, അതാണ് എനിക്ക് കിട്ടിയത്. അത് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ആണ്. കാരണം അത് മാത്രമേ ഞാൻ ഇടയ്ക്ക് നോക്കി റിപ്പീറ്റഡ് ആയിട്ട് നോക്കി എങ്ങനെ എന്നൊക്കെ നോക്കി അങ്ങനെ ചെയ്ത് പഠിച്ചു പോയി. പക്ഷെ വൈവ കുറച്ച് സീനായിരുന്നു. 2-3 ദിവസത്തിലൊക്കെ എനിക്ക് അറിയത്തുള്ളായിരുന്നു ചോദിച്ചത്. വൈവ ചോദിച്ച മിസ് അത്യാവശ്യം സീനായിരുന്നു. അപ്പം എനിക്ക് കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും ചെയ്തിട്ട് എനിക്ക് ഇറങ്ങിയാൽ മതി, ഫിസിക്സ് ലാബിൽ നിന്ന് ഇറങ്ങിയാൽ കിട്ടിയാൽ മതി. ഭയങ്കര സങ്കടം, ഭയങ്കര പേടിയോടായിരുന്നു ഞാൻ കയറിയത്. അപ്പം എനിക്കിത് ചെയ്തിറങ്ങി കിട്ടി. ഇന്നത്തെ ദിവസം എനിക്ക് ഓർക്കാൻ വയ്യ. എങ്ങനെ കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എങ്ങനെയൊക്കെ ചെയ്ത് ലാബിൽ നിന്ന് ഇറങ്ങി. വീണ്ടും നമ്മൾ തുടങ്ങുന്നത് ബോർഡ് എക്സാമിന് വേണ്ടി. അങ്ങനെ പഠിച്ച് മോഡൽ എക്സാം എന്ന വാക്കുകൊണ്ട് ഞാൻ നോക്കുന്നേ ഇല്ല. വീണ്ടും നമ്മൾ ബോർഡ് എക്സാം തന്നെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് കുറച്ചായപ്പോൾ പഠിക്കണമെന്നുള്ള ബോധം വന്നു. അങ്ങനെ ഇംഗ്ലീഷ് കുറച്ച് നോക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുമാതിരി ഓർഗാനിക് അത്യാവശ്യം നോക്കി വന്നു. ആൾറെഡി ഞാൻ കീറ്റോൺസ് മാത്രം കുറച്ച് നോക്കാനുണ്ടായിരുന്നു. ബയോമോളിക്യൂൾസ് ഞാൻ സ്കിപ്പ് ചെയ്യാത്ത ചാപ്റ്ററാണ്. കാരണം ഒരു സ്കൂൾ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കമ്പാരിറ്റീവ്ലി എനിക്ക് +2 ഒരിക്കലും മറക്കാൻ പാടാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ വർക്ക് ചെയ്തെങ്കിലും
എനിക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടിയില്ല. അത് ഞാൻ റിസൾട്ട് കിട്ടിയില്ലെന്ന് വെച്ചാൽ എന്തെങ്കിലും കിട്ടും എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, എന്തെങ്കിലും കിട്ടും. സോ കാര്യം ഞാൻ വർക്ക് ചെയ്തെന്നുള്ള കാര്യം ഉറപ്പാണ്. +1 ഇതിന്റെ പകുതി പോലും ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഫിസിക്സിനും കെമിസ്ട്രിക്ക് എനിക്ക് A+ കിട്ടി, ഹിന്ദിക്ക് A+ കിട്ടി. അങ്ങനെ എല്ലാത്തിനും അങ്ങനെ കുഴപ്പമില്ലാത്ത മാർക്ക് തന്നെയായിരുന്നു +1 കിട്ടിയത്. പക്ഷെ ഇത് എന്താണെന്ന് അറിയത്തില്ല, +1 എക്സ്പെക്ട് ചെയ്തേക്കാട്ടിലും മാർക്ക് കുറവായിരുന്നു കിട്ടിയത്. ഇതാണ് എന്റെ +2 ജേർണി. ഞാൻ വൃത്തിക്ക് തന്നെയാണ് പഠിച്ചെങ്കിലും ചില സമയത്ത് നമ്മുടെ ഹാർഡ് വർക്ക് എങ്ങും എത്താതായ പോലെ തോന്നും. സോ അതൊന്നും നിങ്ങൾ ഗിവ് ചെയ്യരുത്. എന്തായാലും നിങ്ങൾക്ക് +1 കിട്ടിയില്ലെങ്കിൽ +2 കിട്ടും, +2 കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ കിട്ടും. അതൊന്നും നിങ്ങൾ എപ്പോഴും ഓർക്കുക. എന്തായാലും എന്റെ വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്റെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിച്ച് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ഗൈസ്.